ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ആ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ജന്മം കൊണ്ടുള്ള ആ ഒരു അല്ലെ, നമുക്കൊരു പെർപ്പസ് ഉണ്ടാവും. ഈ ഭൂമിയിൽ വന്നേക്കണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പെർപ്പസ് ഉണ്ട്. അപ്പൊ ആ ഒരു പെർപ്പസ് എന്താണെന്നുള്ള ഒരു അന്വേഷണം ഒരുപാട് വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതായത് സെൽഫ് റിയലൈസേഷൻ. അതായത് നമ്മൾ ആരാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ വിഷ്ണു അല്ലെ, കുമ്പളങ്ങിക്കാരൻ, ഒരു കൃഷിക്കാരൻ, ഒരു കെമിക്കൽ എഞ്ചിനീയർ. പക്ഷെ അതിനെക്കാട്ടി ഉപരി എന്താണ് നമ്മുടെ ഈ ലക്ഷ്യം, അതായിരുന്നു എന്റെ ആ ഒരു ജേണി. അപ്പൊ ആ ഒരു ജേണി വളരെ നാൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. കാരണം നമ്മൾ ആ ഒരു പെർപ്പസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, കാലം കൊണ്ടുപോകും, പ്രപഞ്ചം നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുപോയ ഒരു സ്ഥലമാണ് ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു സ്ഥലം, അതായത് ആലിയാർ. 1957 വേദേന്ദ്ര മഹർഷി, അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അതായത് ഈ പറയുന്ന പ്രതികരിക്കത്തിക്കുന്ന ഈ യങ്സ്റ്റേഴ്സ് അല്ലെ, ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത രീതിയിൽ യാതൊരു പ്രതികരണശേഷി ഇല്ലാതെ അടിമയായിട്ടിരിക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ച് ജീവിക്കുന്ന, നമ്മളെ പണം മേടിച്ചിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസിന്റെയോ സിനിമ നടന്മാരല്ലേ, വലിയ ഹീറോസ് എന്ന് പറഞ്ഞു നടക്കുന്ന ഡമ്മി ഹീറോസിന്റെ ഒന്നും സപ്പോർട്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കംപ്ലീറ്റ് ലോകം മുഴുവൻ ഞാൻ പരിശുദ്ധമാക്കുമെന്നും സന്തോഷം സമാധാനം എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു ബേസിക് കാരണം ഒറ്റയ്ക്ക് സാധിക്കില്ല അത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 5% ആൾക്കാർ എന്റെ ഒപ്പം അതിന് വേണ്ടി വരുന്നു, 5%. അപ്പൊ 5%ത്തിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി സെന്റർ, അതായത് ആലിയാറുള്ള 1958 എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേദേന്ദ്ര മഹർഷി എന്നുള്ള ഒരു മഹായോഗി എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു ബ്രഹ്മജ്ഞാനം തന്നെയാണ് ഈ സമസ്ത പ്രപഞ്ചത്തിലെ എല്ലാവിധ ഡോക്ടർമാരും ഈ പറയുന്ന സിസ്റ്റം എല്ലാം കൊള്ളില്ല, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് എതിരാണെന്നും ഇതിനൊരു റിപ്ലേസ്മെന്റ് വേണം, സമസ്ത പ്രപഞ്ചത്തിന് സന്തോഷ സമാധാനം അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണിയസുഖം എല്ലാം മാറ്റണമെന്നുള്ള അതെന്റെ ഒരു പണ്ടോട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അതിലേക്കുള്ള വഴി നയിച്ചത് ഈ ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഭഗവത്ഗീത, ഞാൻ സ്ഥിരം ഭഗവത്ഗീത വായിക്കും, വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. ഞാൻ ഒരു 25 വയസ്സുള്ള ഒരു യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അതുകൊണ്ട് ഈ പറയുന്ന ഒരു എനിക്കൊരു പണ്ടൊരു പേരുണ്ടായിരുന്നു. ഓക്കെ, എന്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം, എന്റെ വീട്ടുകാർക്കെല്ലാം അറിയാം, മൃഗം. കോളേജിലാണെങ്കിലും ഈ പറയുന്ന കാര്യത്തെല്ലാം മൃഗം 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 എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഞാൻ ആ ഒരു മൃഗസ്വഭാവമായിരുന്നു. ഇപ്പൊ എല്ലാവരും ഉള്ള പോലെ തന്നെ ഈ പറയുന്ന എലിയായിട്ടും പുഴുവായിട്ടും മൃഗമായിട്ടും സിംഹമായിട്ടും എല്ലാം ഞാൻ ജീവിച്ചിട്ടാണ് ഈ ഒരു വെള്ളം ഉടുപ്പെടുത്തിട്ടേക്കുന്നത്. പക്ഷെ ഈ ഒരു വെള്ളം ഉടുപ്പ് മാറിയിട്ട് ഗോവയിൽ പോയിട്ട് പാർട്ടി അറ്റൻഡ് ചെയ്യാനും എനിക്ക് പറ്റും. അതായത് എന്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കർമ്മയോഗിയുടെ ലൈഫാണ്. അതായത് എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്യും, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവിധ തിന്മകളും ഞാൻ ഇല്ലാതാക്കും. അപ്പൊ അതിനുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പൊ ഇന്ന് എന്റെ ഒരു മാസ്റ്റർ കോഴ്സ് കഴിയുവാണ്. ഈ മാസ്റ്റർ കോഴ്സ് എല്ലാം എനിക്ക് പണ്ട് തന്നെ എനിക്ക് ഈ ഗീത തന്നിട്ടുണ്ട്. അതായത് ഞാൻ പറയല്ലേ, ഭഗവത്ഗീത എന്റെ അമ്മക്ക് തുല്യമാണ്. അമ്മയെക്കാൾ മുകളിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു ഗൈഡാണ്. എനിക്കൊരു മാസ്റ്റർ ഉണ്ടാവണമല്ലോ, എനിക്കൊരു ഗുരു ഉണ്ടാവണമല്ലോ. അപ്പൊ ആ ഗുരുവാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത വന്നേക്കുന്ന ഈ പറയുന്ന ഭക്തിയോഗമാണെങ്കിലും സാങ്കേയോഗമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ സമസ്ത പ്രപഞ്ചത്തെ കുറിച്ച്, ഈ ശരീരം എന്താണെന്ന് ഞാൻ പഠിച്ചു, ഈ പ്രപഞ്ചം എന്താണെന്ന് പഠിച്ചു, ജീവിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പഠിച്ചു. കാരണം ഞാൻ ഹാപ്പിയാണ്. എന്റെ കയ്യിൽ ഇപ്പൊ 0 റുപ്പീസേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഫീസ് പോലും കൊടുത്ത എന്റെ സാറാണ്. അതായത് എന്റെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ കേട്ടോളൂ, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ 2026 ഡിസംബറിലാകുമ്പോൾ ഞാൻ ഒരു അൾട്രാ സുപ്രീം പൊസിഷനിലായിട്ടുണ്ടാവും. ഓക്കെ, അതിനുള്ള എല്ലാവിധ പദ്ധതികൾ ഞാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നെ അത് കാലത്തിന്റെ തീരുമാനമാണത്. അതായത് സമസ്ത പ്രപഞ്ചത്തിന് സന്തോഷം സമാധാനം ആരോഗ്യം വന്നം ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണിയസുഖവും മാറണം അല്ലെ. അപ്പൊ അത് ഞാൻ ചെയ്യും.